നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിക്കാൻ ഒരുങ്ങുന്നു. വ്യാഴാഴ്ചയാണ് മത്സരം. ചിലിക്കെതിരെയാണ് കളി. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കളി. ലിയോ മെസ്സി ഇല്ല. 10ാം നമ്പർ ജേഴ്സി ആരണിയും? വലിയ ചോദ്യമാണിത്. കാരണം മെസ്സി ഇല്ലാത്തപ്പോൾ ആര് 10ാം നമ്പർ ജേഴ്സി അണിയും? ഇപ്പോൾ TYC സ്പോർട്സ് അതിന് സാധ്യതയുള്ള കുറച്ച് താരങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഒരാൾ അവർ പ്രത്യേകം പറയുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് ആരാണ് 10ാം നമ്പർ ജേഴ്സി അണിയുക എന്നറിയണമെങ്കിൽ മോണമെൻ്റൽ സ്റ്റേഡിയത്തിലെ ലോക്കർ റൂമിലെ ജേഴ്സി ഇങ്ങനെ തൂക്കിയിടുന്നത് കാണണം. TYC സ്പോർട്സ് പറയുന്നു, പൗലോ ഡിബാല 10ാം നമ്പർ ജേഴ്സി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു താരം പൗലോ ഡിബാല, ഹൂലിയൻ ആൽവരസ്, ലൗറ്ററോ മാർട്ടിനസ്, ഈ 3 പേരിൽ ഒരാൾക്കാണ് കൂടുതൽ സാധ്യത. എന്നാൽ അലയാൻഡ്രോ ഗർനാച്ചോ, മാറ്റിയോ സുലെ എന്നിവർക്കും ചെറിയ സാധ്യതകളുണ്ട് എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇതിലുണ്ട്. ചിലിക്കെതിരെ ആര് 10ാം നമ്പർ ജേഴ്സി അണിയും എന്നുള്ളത് നമുക്ക് കളിയുടെ തൊട്ട് തലേ ദിവസം മാത്രമായിരിക്കും അറിയാൻ കഴിയുക, കൃത്യമായിട്ട് അറിയാൻ കഴിയുക. ഇനി സാധ്യതകൾ ഇവർ കൂടുതലായിട്ട് വിശദീകരിക്കുന്നു. മാർട്ടിനസ് ഇതിനു മുമ്പ് ഇൻ്റർ മിലാനിൽ, അതായത് ലൗട്രോ മാർട്ടിനസ് 10ാം നമ്പർ ജേഴ്സി അണിയുന്നു. ഡിബാല യുവൻറ്റസിലായിരുന്ന സമയത്ത് പല വർഷങ്ങളിൽ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. അതേസമയം റോമിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ജേഴ്സി അണിയാൻ പറ്റിയില്ല. കാരണം ഫ്രാൻസിസ്കോ ടോട്ടിയോടുള്ള ബഹുമാനപ്രകാരം അവർ ആ ഒരു ജേഴ്സി റിട്ടയർ ചെയ്തതാണ്. എന്തായാലും ആൽവരസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഇതുവരെ, ഹുലിൻ ആൽവരസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതുവരെ പ്രൊഫഷണൽ കരിയറിൽ അദ്ദേഹം 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടില്ല. 9ാം നമ്പർ ജേഴ്സിയാണ് അദ്ദേഹം റിവർ പ്ലേറ്റിൽ അണിഞ്ഞിരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയിലും അത്ലറ്റിക്കോ മാഡ്രിഡിലും 19ാം നമ്പർ ജേഴ്സിയാണ് ഇപ്പം അണിയുന്നത്. അതേസമയം 27ാം നമ്പറും 9ാം നമ്പറും അദ്ദേഹം ദേശീയ ടീമിൽ അണിഞ്ഞിട്ടുമുണ്ട്. ഗർനാച്ചോ ആവട്ടെ സുലെ ആവട്ടെ 10ാം നമ്പർ ജേഴ്സി അവരുടെ കരിയറിൽ അണിഞ്ഞിട്ടില്ല. സോ അർജൻറ്റീന ദേശീയ ടീമിലോ ക്ലബിലോ ഒന്നും അവരണിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ സാധ്യത ഇവിടെ വരുന്നത് പൗലോ ഡിബാലക്കും അതുപോലെ തന്നെ ലൗട്രോ മാർട്ടിനസിനും തന്നെയാണ്. ഇനി റീസെൻ്റ്ലി മെസ്സിയുടെ ആബ്സെൻസിൽ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞത് ആരാണ്? ബൊളീവിയക്കെതിരെ 2023 നടന്ന ആ ഒരു മത്സരത്തിൽ ആംഗേൽ കൊറേയ, അതുപോലെ തന്നെ 2022 ജനുവരിയിൽ ചിലിക്കെതിരെയും കൊളംബിയക്കെതിരെയും അദ്ദേഹം മെസ്സിയുടെ അഭാവത്തിൽ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും മെസ്സിയുടെ കാലഘട്ടത്തിൽ അർജൻറ്റീനയുടെ 10ാം നമ്പർ ജേഴ്സി മെസ്സി ഇല്ലാതിരുന്ന ഘട്ടത്തിൽ അണിഞ്ഞിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ സെർജിയോ അഗ്യൂറോയാണ് ആ കാര്യത്തിൽ തലപ്പത്തുള്ളത്. 7 മത്സരങ്ങളിൽ അദ്ദേഹം മെസ്സിയുടെ കാലഘട്ടത്തിൽ തന്നെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ആംഗേൽ കൊറേയ 3 തവണ, എവർ ബനേഗ 2 തവണ, ഹെക്ടർ കൻഡോഡോസ് 2 തവണ, ആംഗേൽ ഡി മരിയ 2 തവണ, നിക്കോളാസ് ഗൈറ്റൻ 2 തവണ, എൻസോ പെരസ് 2 തവണ, വാൾട്ടർ എർവിറ്റി 1 തവണ, എറിക് ലമേല 1 തവണ, വാൾട്ടർ മൊണ്ടിലോ 1 തവണ, മാക്സി മൊറാലസ് 1 തവണ, ഹാവിയർ പസ്റ്റോറെ 1 തവണ, ഏരിയൽ ഒർട്ടേഗ 1 തവണ, ഫെഡറിക്കോ ഇൻസുവ 1 തവണ, ലയണൽ വാൻഗിയോനി 1 തവണ, ലൂക്കാസ് മുഗനി 1 തവണ. പക്ഷേ അത് 2012 അദ്ദേഹം ആ മത്സരം കളിക്കളത്തിലേക്ക് വന്നിട്ടില്ല, ബെഞ്ചിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഏതായാലും അപ്പം വ്യത്യസ്ത താരങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് ഈ ഒരു ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെസ്സി ഇല്ലാതെ വീണ്ടും കളിക്കാൻ ഇറങ്ങുമ്പോൾ ആരായിരിക്കും 10ാം നമ്പർ അണിയുക? പൗലോ ഡിബാലയോ ലൗട്രോ മാർട്ടിനസോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.